friends, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്ലൗസിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്ലൗസിൽ പ്രിൻസസ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രിൻസസ് കട്ടിനെ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിൻസസ് കട്ടിന്റെ ബാക്ക് ഓപ്പൺ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രിൻസസ് കട്ടിന്റെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണുള്ള ബ്ലൗസ് ആണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ബ്ലൗസ് കണ്ടോ, ഇതാണ് ആ ബ്ലൗസ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സാരിന്ന് ഇതുപോലെ ഈ ഒരു സാരിന്ന് ഞാനത് കട്ട് ചെയ്തെടുത്ത ക്ലോത്ത് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ. പ്രിൻസസ് കട്ടിന്റെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല കറക്റ്റ് ഫിറ്റിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ബാക്ക് ഓപ്പണിന്റെ പോലെ തന്നെ അത് ഫ്രണ്ട് ഓപ്പണിന്റെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി നമുക്ക്. അപ്പൊ ഈസിയാണ്. അപ്പൊ ഇതിനൊരു ലക്കനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ ഇതുപോലെ ബെല്ല് ഉള്ള ഒരു ലക്കനും, പിന്നെ അതുപോലെ ഇതിന് ചെറിയൊരു സ്ലീവ് എനിക്ക് കിട്ടിയുള്ളൂ. 50 പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എൽബോ സ്ലീവ് വരെയാണ് ഇഷ്ടം, പക്ഷെ അത് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഷോർട്ട് സ്ലീവ് ആയിട്ട് ചെയ്തു. കട്ടിങ് അറിയാൻ വേണ്ടി മനസ്സിലാവണല്ലോ, അപ്പൊ അതുകൊണ്ട് ഈസി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബ്ലൗസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ സാരിയിൽ നിന്ന് ഞാനൊരു 80 പോയിന്റ് തുണിയാണ് ഞാൻ വിത്ത് ബ്ലൗസിൻ്റെ ഭാഗം ഞാൻ മുറിച്ചെടുത്തത് കേട്ടോ. 80 പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1 മീറ്റർ തുണി ഞാൻ ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി രണ്ടായിട്ട് മടക്കി വയ്ക്കുക, ആവശ്യത്തിൻ്റെ വിടത്തിൽ കേട്ടോ. അപ്പോൾ ബാക്ക് പാർട്ടാണ് ഞാൻ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നത്. അത് 15 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് 14 ഇഞ്ച് കിട്ടും. അപ്പോൾ റെഡി ലെങ്ത്ത് 14 ഇഞ്ചാണ് കേട്ടോ. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് കൂടുതൽ എടുക്കണം, ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഷോൾഡർ വരുന്നത് ഞാൻ 5.5 ഇഞ്ച് എടുക്കണം, കാരണം ഇത്തിരി ഡീപ്പായിട്ടുള്ള നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. 5.5 ഇഞ്ച് 2.5 ഇഞ്ചിലാണ് ഞാൻ നെക്കിൻ്റെ വിട്ട് കൊടുക്കുന്നത്. 2.5 ഇഞ്ചിൽ കഴിച്ച് നമുക്ക് ക്രോസ് പീസൊക്കെ വെച്ച് വരുമ്പോൾ 3 ഇഞ്ച് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ആം ഹോൾ 6 ഇഞ്ചാണ് ഞാൻ കൊടുക്കണത്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. 10 ഇഞ്ചിൽ എൻ്റെ ചെസ്റ്റ് വിട്ട് എടുക്കുന്നു. അതിനുശേഷം 2 ഇഞ്ചാണ് സീം അലൗൺസ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ആം ഹോൾ കർവ് 1.5 ഇഞ്ചിൽ വെച്ച് ബാക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കുക. അതിനുശേഷം വേസ്റ്റിൻ്റെ വിട്ട് വരുന്നത് 8.7 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലൗൺസ് കൂട്ടി. അതിനുശേഷം 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ അടയാളപ്പെടുത്തി. അത് ടക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വേസ്റ്റിൻ്റെ ആ ഭാഗം എടുക്കുക. അതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ ഒരു 4 ഇഞ്ച് ഹൈറ്റിൽ 1/2 ഇഞ്ച് വീതം ഇതുപോലെ ടക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. നെക്കിൻ്റെ അടുത്ത് 2.5 ഇഞ്ചാണല്ലോ ലെങ്ത്ത് കൊടുക്കുന്നത്. 9.5 ഇഞ്ചിലാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അവിടെ 3.25 ഇഞ്ച് വിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഇത്തിരി വീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്കൊരു റൗണ്ട് ഷേപ്പാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൊടുക്കും. ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത് നമുക്കിനി ഈ ഭാഗം കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെല്ലാം മനസ്സിലായല്ലോ. അതിനുശേഷം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിലേക്ക് കൊണ്ടുപോകുക. തുണി രണ്ടായിട്ട് മടക്കി വെച്ചു. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇത് വെച്ച് കൊടുത്തു കേട്ടോ. നമ്മുടെ ആ 1/4 ഇഞ്ച് നീക്കിയിട്ടാണ് വെക്കണേ. എന്നിട്ട് അതുപോലെ വെച്ചെടുക്കുക. അതിൻ്റെ ആ ഷോൾഡറിൻ്റെ ഭാഗം, അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗം, ആം ഹോളിൻ്റെ ഭാഗം കറക്റ്റ് പോയിന്റ് നമ്മൾ അതിൻ്റെ ഫുൾ ലെങ്ത്തും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മൾ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ കണ്ടോ. ഇതിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിനെ എപ്പോഴും ബാക്ക് പാർട്ടിനേക്കാളും 1.5 ഇഞ്ച് കൂടുതൽ വേണം കേട്ടോ. അടയാളപ്പെടുത്തുന്നിടത്ത് 1.5 ഇഞ്ച് അടിയിൽ നമ്മൾ ആ ഒരു സൈഡിൽ എന്തായാലും വേണം. അതുപോലെ തന്നെ നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം നമ്മളിത് വരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് കുഴിച്ച് വരയ്ക്കുകയാണ് ഫ്രണ്ട് ആം ഹോള്. കണ്ടില്ലേ, ഇതുപോലെ കുഴിച്ച് വരച്ചു. അതിനുശേഷം ഫ്രണ്ടിൻ്റെ ഫുൾ ലെങ്ത്ത് 1 ഇഞ്ച് കൂടുതൽ വേണം, കാരണം അവിടെ 15 ആയിരുന്നു. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് കൂട്ടി 16 ഇഞ്ചാക്കി കേട്ടോ. അതുപോലെ സൈഡിൽ 1.5 ഇഞ്ച് വീതം നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്കിൻ്റെ വിഡ്ത്ത് 2.5 താഴേക്ക് വന്നപ്പോൾ 7 ഇഞ്ചിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവിടെ 3.25 എടുത്തിട്ടുണ്ട് നെക്കിൻ്റെ വിഡ്ത്ത്. ആ വിഡ്ത്തിന് ആ ഭാഗം കേട്ടോ, വീതി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു ഷേപ്പ് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ഷേപ്പ് കൊടുത്ത് ഇതുപോലെ നമ്മളൊരു ലൈൻ വരച്ച് നമ്മൾ ആ ഒരു ഷേപ്പ് വരച്ചെടുക്കുക. അതിനുശേഷം എൻ്റെ ബസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 10.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് സീം അലൗൺസ് കൂട്ടി ഞാൻ അവിടെ താഴെ നിന്ന് മുകളിൽ നിന്ന് അടയാളപ്പെടുത്തി കണ്ടോ. ഷോൾഡറിൽ നിന്ന് എൻ്റെ ബസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ 11ഉം 4ഉം ഒരേ പോയിന്റിൽ വരുമല്ലോ. ആ പോയിൻ്റാണ് എൻ്റെ പ്രിൻസസ് ലൈൻ്റെ ആ ഒരു ഡാർട്ടിൻ്റെ പോയിന്റ്. അപ്പോൾ ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തി ഒരു ലൈൻ വരച്ചു. അതിനുശേഷം എൻ്റെ ആം ഹോളിൻ്റെ ഭാഗം ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തി. 5.5 ഇഞ്ചാണ് ഞാൻ ആം ഹോളിൻ്റെ ഭാഗം അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു ലൈനിൽ നിന്ന് ഇതുപോലെ കണക്ട് ചെയ്ത് വരച്ചു കേട്ടോ. ആ ഒരു ഭാഗത്തേക്ക് 1.5 ഇഞ്ചാണ് ഞാൻ അതിൻ്റെ ഡാർട്ടിൻ്റെ പോയിന്റ് എടുത്തിരിക്കുന്നത് കണ്ടോ. 1.5 ഇഞ്ച്. ആ 1.5 ഇഞ്ചാണ് അപ്പുറത്ത് നമ്മൾ ഇടണമെന്ന് പറഞ്ഞല്ലോ, ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നത് അതാണ്. അപ്പോൾ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുക കണ്ടോ.
ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. താഴോട്ടും അതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ആ ഒരു ഭാഗം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഭാഗമില്ലേ, ആ ഭാഗം കണ്ടില്ലേ, ഇതുപോലെ ഒരു 4 ഇഞ്ച് ഒന്ന് അവിടെ വരയ്ക്കണം. അതൊന്ന് കട്ട് ചെയ്ത് കളയാനാണ് കേട്ടോ, ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 11.5 ഇഞ്ചിലും 4 ഇഞ്ചിലും കൂടിയുള്ള ആ പോയിന്റിലെടുത്തു. എന്നിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. അതിന് ശേഷം ആം ഹോൾ ലൈൻ ശരിയാക്കി. അതിന് ശേഷം ഫ്രണ്ട് കുഴിച്ച് വരച്ചു. ഇതാ കണ്ടില്ലേ, ഒരു 1.5 ഇഞ്ച് കൂടുതലെടുത്ത് താഴെ ഈ പോണ 1.5 ഇഞ്ച് ആ ഡാർട്ടിൻ്റെ ഇപ്പുറത്തും 1.5 ഇഞ്ച് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തെ ലെങ്ത്ത് 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ, ഓരോ ഭാഗങ്ങളും നമ്മളിത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക. ആ 4 ഇഞ്ച് അവിടെ വെട്ടിക്കളയണമെന്ന് പറഞ്ഞില്ലേ, ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെട്ടിയെടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വേറൊരു കാര്യമാണത്. നമ്മളിത് ഫ്രണ്ട് ഓപ്പൺ അല്ലേ, അപ്പോൾ നമ്മൾ ആ 4 ഇഞ്ച് വെച്ച ഭാഗത്തൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. 2 ഭാഗത്തേക്കുള്ളത് ഇതുപോലെ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഓരോ ഷേപ്പുകളും നമുക്ക് കിട്ടും, ഓരോ ഭാഗത്ത് വെക്കേണ്ട ഇത് കിട്ടും. നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളും ഇതുപോലെ ബാക്കും ഫ്രണ്ടും അതിൽ ഓരോ പീസുകളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചീത്ത പുറത്ത് വെച്ച് ഇതുപോലെ തയ്ച്ചു കൊടുക്കുകയാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. താഴെ വരെ നമ്മൾ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഞാൻ തയ്ച്ചു വന്നപ്പോൾ ചെറിയൊരു ഏറ്റക്കുറച്ചിൽ അടിയിൽ ഒരു ഇതുണ്ടായിരുന്നു. അത് 1 ഇഞ്ച് നമ്മൾ കൂടുതലിടല്ലോ, അപ്പോൾ അത് ശരിയായിക്കോളും. ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ. കണ്ടോ, ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഹുക്കുമായി, അപ്പോൾ ഹുക്കിൻ്റെ ഭാഗത്ത് ഞാൻ 2 ഇഞ്ച് ഒരു പീസ് വെച്ചിട്ടാണ് ഉള്ളിലേക്ക് മടക്കിയിട്ട് ചെയ്തു. അതുപോലെ 3 ഇഞ്ചിൻ്റെ പീസ് അയിമ്പൻ്റെ ഭാഗത്ത് വെച്ച് ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് മടക്കിയത്. പുറത്തേക്ക് മടക്കിയെടുത്ത് നമ്മൾ അറിയാമല്ലോ, ബേസിക് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കില്ല കേട്ടോ, നേരെ കുറേ ലെങ്ത്തായി പോവും. അപ്പോൾ ഞാൻ അതിന് ശേഷം എൻ്റെ ഷേപ്പ് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് വേണ്ട ഷേപ്പ് എന്ന് പറഞ്ഞാൽ 10 ഇഞ്ചാണ് ചെസ്റ്റും വേസ്റ്റും. അതിന് ശേഷം നമ്മുടെ ലെങ്ത്തിൽ അടിയിൽ 1/2 ഇഞ്ചായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തുക. അവിടെ ഒരു നമുക്കൊരു പട്ടി വയ്ക്കാനാണ്. അപ്പോൾ ഇതുപോലെ 1.5 ഇഞ്ചിലൊരു പീസ് എടുത്തു. അത് ഒന്ന് തയ്ച്ചെടുത്തിട്ട് ഇതുപോലെ കൊണ്ടുവരിക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മടക്കാം. നല്ല പുറത്ത് വെച്ച് മടക്കി പുറത്തോടെ 1/2 ഇഞ്ച് വീതം തയ്ച്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെക്കാൻ പോവാണ് കേട്ടോ. ഈ പീസ് 5 ഇഞ്ചിലാണ് ഇതിൻ്റെ സ്ലീവ് ഞാൻ എടുക്കുന്നത്. ലെങ്ത്ത് വളരെ ചെറിയ സ്ലീവാണ്. 7 ഇഞ്ചാണ് എൻ്റെ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി. 3 ഇഞ്ചാണ് ഇതിൻ്റെ ക്യാപ്പ് ഹൈറ്റ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഞാൻ കുഴിച്ച് വരച്ചു കേട്ടോ ഫ്രണ്ട് സ്ലീവും. പിന്നെ അതിൻ്റെ കറക്റ്റ് ഫിറ്റ് വരുന്നത് 7 ഇഞ്ചിലാണ്. ഇതുപോലെ. എന്നിട്ട് 2 ഇഞ്ച് സീം അലവൻസ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ബ്ലൗസിന്. അപ്പോൾ അതുപോലെ സ്ലീവിന് കൊടുത്ത് നമ്മൾ കുഴിച്ചൊക്കെ വരച്ചെടുക്കുക. എങ്ങനെയാണോ ചെയ്യുക അതുപോലെ ചെയ്യുക. ഇനി ലൈനിങ് ആണ് വെക്കണത്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ നല്ല പുറത്ത് ലൈനിങ് വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ചിൽ അടിച്ച് മറച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. മറച്ചിട്ടിട്ടാണ് നമ്മൾ ആ സ്ലീവ് ശരിയാക്കിയത് ഞാൻ കേട്ടോ. അപ്പോൾ അതുപോലെ ശരിയാക്കി എടുത്തു. പിന്നെ ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു ക്രോസ് പീസ് എടുത്തു കേട്ടോ. ഇനി അതിൻ്റെ നെക്കിൽ വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അതുപോലെ എടുത്തിട്ട് നമ്മൾ 2ആയിട്ട് മടക്കി വെച്ചു. ഞാൻ ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ഇഞ്ചിൽ നമ്മളിത് ഇതുപോലെ ചുറ്റും ഇവിടെ നിന്ന് തുടങ്ങി ഈ അറ്റം വരെ ബാക്കിലോട്ട് പോയി നമ്മൾ അത്രയും തയ്ച്ച് എടുക്കുക. ബാക്കിലോട്ട് വരുമ്പോൾ 2 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തിൻ്റെ താഴേക്ക്. അവിടെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോറി വെക്കാനാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് നമ്മൾ ആ പീസ് ഇങ്ങനെ വെച്ച് വരുമ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ആ ഡോറി അതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി ഇട്ടിട്ടില്ലേ, അപ്പോൾ അവിടേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതുപോലെ ആ ഡോറി ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ ആ ഡോറി ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചുറ്റും ഇങ്ങനെ തയ്ച്ച് താഴേക്ക് വന്ന് ഇപ്പുറത്തെ ഭാഗമാകുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ 2 ഇഞ്ച്, അവിടെയും ആ ഡോറി വെച്ച് തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തയ്ച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇതുപോലെ തയ്ച്ചു കൊണ്ടുവന്നു. ഈ ഡോറി ഇങ്ങനെയാണ് ഇരിക്കണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടും. എന്നിട്ട് നമ്മളതൊന്ന് മറച്ചിട വേണ്ടത്. ഇതുപോലെ ഒന്ന് ചുറ്റും മറച്ചിട്ടിട്ട് ഒന്ന് നമ്മൾ തുന്നി കൊടുക്കുക കേട്ടോ. തുന്നി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഫിനിഷിങ് വന്നിട്ട് ഒന്ന് തേച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് വെച്ച് ഒന്ന് തേച്ചിട്ട് നമ്മൾ തുന്നി കൊടുക്കുക. ബ്ലൗസ് ഇതാണ്, കറക്റ്റായിട്ട് വരും കേട്ടോ. നമ്മൾക്കത് ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് വെക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ.